പൊതുമരാമത്തിന്റെ ഓട ശുചീകരണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. ചവറ മണ്ഡലത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. ശുചീകരണത്തിന് ഫണ്ടുകൾ അപര്യാപ്തമാണെങ്കിൽ ചവറയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഹായം ഉറപ്പുവരുത്താമെന്നും മന്ത്രി പറഞ്ഞു. ചവറ മണ്ഡലത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട അവലോകന യോഗമാണ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ സാന്നിധ്യത്തിൽ ചേർന്നത്. KMML ഗസ്റ്റ് ഹൌസിലാണ് യോഗം സംഘടിപ്പിച്ചത്. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുമരാമത്ത് ഓട ശുചീകരണം ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് ഫണ്ടുകൾ അപര്യാപ്തമാണെങ്കിൽ ചവറയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഹായം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ തവണത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് അതുകൊണ്ടാണ് വളരെ വൈകിയത്. മഴ എത്തിക്കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ യോഗം വിളിച്ചത്. പക്ഷേ അടിയന്തര പ്രാധാന്യത്തോടുകൂടി പഞ്ചായത്തുകളും ഗവൺമെൻറ് സംവിധാനങ്ങളും കൂടെ ചേർന്ന് പ്രവർത്തിക്കാനും ആവശ്യമുള്ള ഈ പ്രവർത്തനത്തിന് ആവശ്യമുള്ള ഫണ്ടുകൾ അപര്യാപ്തമാണെങ്കിൽ KMML, IRE പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഹായം കൂടെ ഉറപ്പുവരുത്തുന്നതാണ്. അടിയന്തരമായി പഞ്ചായത്ത് തലത്തിലുള്ള ഓട ക്ലീനിങ് ഒരു പരിധി വരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ PWDയുടെ ഓട ക്ലീനിങ് എങ്ങും എത്തിയിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ പരിഹാരം കാണാൻ ഒരാഴ്ചയ്ക്കകം ക്ലീൻ ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. കളക്ടർ തലത്തിൽ കളക്ടറെ ശ്രദ്ധയപ്പെടുത്തി. കളക്ടർ ഒരു അടിയന്തരമായ ഒരു യോഗം വിളിച്ചു. അതൊരു പ്രശ്നം തന്നെയാണ്. ദേശീയപാതയിൽ നിർമ്മാണം എഴഞ്ഞു നീങ്ങുന്നത് കൊണ്ട് കിഴക്കൻ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകുന്ന പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അത് കളക്ടർ പ്രത്യേകം യോഗം വിളിച്ചിട്ട് അതിനൊരു പരിഹാരം കാണണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തെ അറിയിച്ചു. പൊതുമരാമത്ത് ഓടകളിൽ ശുചീകരണം നടത്തിയിട്ടില്ലെന്ന ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. കാലവർഷം മൂലം ദുരിതത്തിലാകുന്ന ദേശീയപാതയോരത്തും സമീപ പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിന് അടിയന്തര നടപടി ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംലാന ഉഷാദ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സന്തോഷ് തുപ്പാശ്ശേരി, V ശിവലാൽ, വിജയശ്രീ മംഗളൻ, S അനിൽ, അംബികാദേവി, ജില്ലാ പഞ്ചായത്ത് അംഗം IG ലക്ഷ്മി, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.